സോ ഗൈസ്, പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. വേറെ ഒന്നുമില്ല, എൻ്റെ ചെരുപ്പ് എൻ്റെ അനിയൻ ഇട്ടുകൊണ്ട് പോയി. അപ്പം നമുക്ക് പാപ്പാടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോവാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോട്ട് എടുത്തിട്ടുണ്ട്. പോരാത്തതിന് വേറൊരു കോട്ടും കൂടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. അവസാനം വാപ്പാടെ ചെരുപ്പിട്ടു. നമ്മുടെ നമ്മുടെ വണ്ടി നമ്മളൊന്നും എടുക്കുന്നില്ല. പകരം ഇതും നമ്മുടെ വണ്ടി തന്നെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് എൻ്റെ ആദ്യത്തെ വണ്ടി, ഇതാണ് എൻ്റെ രണ്ടാമത്തെ വണ്ടി, ഇതാണ് എൻ്റെ മൂന്നാമത്തെ വണ്ടി. അപ്പോൾ ഇവനെയാണ് നമ്മളിന്ന് കൊണ്ടുപോകുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു കിടിലൻ ഷൂട്ടുണ്ട്. അതിനാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഒക്കെ കൊണ്ടുപോകുന്നത്. ഇത് പുതിയ റെയിൻകോട്ടാണ് കേട്ടോ. കഴിഞ്ഞ വ്ളോഗ് നമ്മൾ കൊച്ചി പോയായിരുന്നല്ലോ. ഇപ്പോൾ കൊച്ചി വ്ളോഗിന് കൊച്ചിയിൽ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടി മേടിച്ച കോട്ട. അപ്പോൾ ഏതായാലും ഈ ഒരു ഷൂട്ടിന് ഇത് ഉപയോഗപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പിന്നെ വേറൊരുത്തിന് വേണ്ടിയിട്ട് അടുത്ത കൂട്ടുമുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടി കാണണമെന്നാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഞാൻ ഈ അടുത്തേക്കാണ് പോകുന്നത്, അപ്പുറത്തൊരു വീട്ടിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഇടാത്തത്. ഓക്കെ, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. തൊട്ടപ്പുറത്തോട്ടാണ് നമ്മൾ. സത്യം പറഞ്ഞാൽ പോക്കറ്റ് റോഡാണ് നമ്മുടെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹെൽമെറ്റ് ഇടാത്തത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ആരും ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി ഓടിക്കാതിരിക്കുക. ആൻഡ് നമ്മൾ അപ്പോൾ ഇന്നത്തെ ഷൂട്ട് ശരിക്കും കാണണമെന്നാണെങ്കിൽ നമ്മുടെ പേജ് പോയി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഫയാസ്ക എന്നാണ് നമ്മുടെ പേജിൻ്റെ പേര്, ചാനലിൻ്റെ പേരൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഷൂട്ട് കാണണമെന്നാണെങ്കിൽ, ഇന്നത്തെ ഔട്ട് കാണണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നോക്കുക. പേജ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഡയറക്റ്റ് ഇനി നമുക്ക് അവിടെ പോവാം. അവിടെ ബാക്കി 2 പേരും കൂടെ ഉണ്ട്. 3 പേര് വെച്ചിട്ടൊരു കലക്കൻ ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോറി, ഞാൻ ഈ ട്രൈപോഡ് എടുക്കാൻ മറന്നു. ഇപ്പോൾ ട്രൈപോഡും കൂടെ ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ ട്രൈപോഡിനൊക്കെ നമ്മുടെ ഡ്രസ്സുകൾ കേട്ടോ. ആക്ച്വലി എല്ലാം ബ്ലാക്കാണ്. ബ്ലാക്കിനോട് എന്തോ ഒരു പ്രീമിയം. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഓക്കെ, അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. അപ്പം അനിയൻ ആക്ച്വലി എൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ചെരുപ്പ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ട്രൈപോഡ് വണ്ടി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. എങ്ങനെ വരുന്നു നമ്മുടെ വീഡിയോയിൽ ഇന്ന് മെയിൻ ആളാണ് നിധി. എന്താണ് വീഡിയോ എന്ന് പറയണ്ടട്ടാ. എന്താണ് വീഡിയോ എന്ന് പറയണില്ല. എന്താണ് വീഡിയോ എന്നുള്ളത് ഇൻസ്റ്റയില് കണ്ടാ മതി അല്ലേ. മഴ, നല്ല മഴ. അതെ, നല്ല മൂഡ്. ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഫുഡ് വ്ളോഗ് ഉണ്ടോ നീ? ഏത് ഞങ്ങടെ ഷവർമ്മല്ലേ കള്ളന്മാരി. എനിക്ക് ഷവർമ്മ കൊടുത്തിട്ട് എനിക്ക് കൊണ്ടപ്പം നന്നേക്ക് കുഴലപ്പം ചായ നമ്മ തൻസീന്റെ വീട്ടിലാണല്ലേ. എവിടെ നിന്നൊക്കെ ഷവർമ്മ കഴിക്കാൻ നമ്മളെ എന്നിട്ട് ആരണ്ടാ മെസ്സേജ് അയച്ചോണ്ടിരിക്കണത്? നിതിൻ സിംഗിൾ അല്ല കേട്ടോ. ആടാ ചായ ചായ ഉണ്ടോ? തെറ്റിദ്ധരിക്കരുത്. ചായ ഉണ്ടോ? അടിയിൽ പൊടിയുണ്ട്. അതെ, അടിയിൽ പൊടിയുണ്ട്. നിതിനെ കണ്ടിട്ട് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ചായയാണ്. അതല്ല, അത് മോദി പറഞ്ഞപ്പോഴല്ലേ അറിയാം. ഫസ്റ്റത്തെ വീഡിയോ നമ്മുടെ ക്യാൻസൽ ആയില്ലേ? നമ്മ വേറെ വീഡിയോ ഫസ്റ്റത്തെ വീഡിയോ ക്യാൻസൽ ആയി. കോട്ടിന്റെ വീഡിയോ ക്യാൻസൽ ആയി. ഉദ്ദേശിച്ച സാധനം സെറ്റ് ആവാത്ത വേറെ ഒന്നും ഉണ്ടല്ലോ. ചെക്കല്ല, ലൈറ്റ് പോയി ഗൈസ്. ലൈറ്റ് ഇല്ലാണ്ട് നമുക്ക് ആ വീഡിയോ സെറ്റ് ചെയ്യാൻ പറ്റൂല. അല്ല, ലൈറ്റ് പോയി എന്ന് പറയായിരുന്നു. അതെ, ലൈറ്റും പോയി മഴയും പോയി. അതെ, ഫ്രണ്ട്സ് അങ്ങനെയല്ല ഫ്രണ്ട്സ് എന്ന് പറയാ. ഏത് ലൈറ്റ് പോയി? ലൈറ്റ് ചെറിയ പ്രശ്നമായതുകൊണ്ട് നമ്മ ഫസ്റ്റത്തെ വീഡിയോ ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോ നമ്മുടെ ഒപ്പം വീഡിയോ എടുക്കാൻ ഒരാളുണ്ട്. ഫ്രണ്ട്സ് ഒന്ന് വെറുതെ വിടറ. എടാ, അപ്പൊ ഡയലോഗ് ഓടിക്ക. അപ്പൊ എന്താണ് ഇപ്പൊ പരിപാടി? ഇപ്പൊ നമ്മ അയ്യേ കാല് നോക്കടാ. കാല് മപ്പിയായി പോടപ്പട്ടി. വെള്ളമുണ്ടോ എവിടെയെങ്കിലും?
വെള്ളം കാലുമ്പ കാർത്തിക. പക്ഷെ കൊഴപ്പില്ല കേട്ടോ ലൈറ്റ്. പക്ഷെ എന്നാലും ഫ്രണ്ട്സ് എടാ പൂച്ചനെ പിടിച്ചേ. എനിക്ക് പേടിയാണ്. അതെ പൂച്ചനെ ഓടിച്ചിട്ട് പിടിച്ചേ. ഇപ്പൊ സ്പോട്ടിൽ 1000 രൂപ. ഇപ്പൊ സ്പോട്ടിൽ 1000 രൂപ വരും പൂച്ചനെ ഓടിച്ചിട്ട് പിടിച്ച. വീഡിയോ 1000 കൊണ്ട് ഓർമ്മ നോക്കിയേ. എടാ അപ്പൊ ഡയലോഗ് പഠിച്ചാലോ? പഠിക്കാം. ഡയലോഗ് പിടിക്ക്. സാധനം എടുക്ക്, ഫോൺ എടുക്ക്. അപ്പൊ ഈ വീഡിയോ കാണാനായിട്ടാണെങ്കിലും നമ്മുടെ പേജ് ഫോളോ ചെയ്യണം കേട്ടോ. ഏതാണ്? അല്ല ഈ ഡയലോഗ്. ഫ്രണ്ട്സ്. മാറ്റി. അയ്യോ വെള്ളമല്ലേ, പ്രിന്റ് ആണത്. ഞാനേ നോക്കിയെടുത്തില്ല. പക്ഷെ നല്ല രസം. വെള്ളോളോ ഒരുത്തിനൊന്നേക്കണം നീ. വെള്ളമില്ലാത്തൊക്കെ എടുക്കണ്ടേ. തുണി നല്ല സുഖം. അങ്ങനല്ലേ സുഖം. ഇതാരണത്? മറ്റേ സുഖം ജെട്ടി. അതാണ് വിറ്റ്. നോക്കി 2026 വേൾഡ് കപ്പിന്റെ ജേഴ്സി ബെക്കാം. ഇത് കടയിൽ മറ്റേ അർജന്റീനയില് മറ്റോ കളിച്ച് സിമിയോണി കളിച്ചോ. ആടാ സിമിയോണിയുടെ മോനെ സിമിയോണിന്ന്. അവനാണെങ്കിലോ തോൽവി കളിക്കും. അയ്യോ എടാ പഠിച്ചാ? എന്താണ് ഡയലോഗ് പഠിച്ചാ? ഫ്രാൻസ് ഒക്കെ തോറ്റല്ല. ഏതാണ്? അത് വേണല്ലേ, അത് വേണം. എടാ അത് മാളാണ് തോന്നുന്നു. മാളില് മാത്രം കാണുന്ന ഒരു സാധനല്ലേ അത്? ഞാൻ മാളിലും പിന്നെ മറ്റേ കമ്പിയൊക്കെ ഉണ്ടാകുന്ന സാധനം അവിടെ TMT സ്റ്റീൽ ഫാക്ടറി. അത് കമ്പി. ഉരുമ്പിനെ തളയ്ക്കും. തിരിച്ചേ എവിടെ തിരിഞ്ഞ് ബീക്കാം. മൈക്ക് പോയാലും വ്ലോഗ് എടുക്കണം. സംഭവം മൈക്കിന്റെ മാഗ്നറ്റ് പോയി. ബാക്കിലൊരു മാഗ്നറ്റ് ഉണ്ട്, അത് പോയി. ഇങ്ങനെ ഇരുന്ന് തപ്പിയാ ചിലപ്പോ കിട്ടും. തമാശ അങ്ങനെ തപ്പു. ഒരു മാഗ്നറ്റ് പോയി വേറെ മാഗ്നറ്റ് വാങ്ങാൻ. പിന്നെ ഇവിടെ ഒരു ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. അല്ല ഇത് ചാർജ് ആവുന്നുള്ള കാര്യം സംശയം ഉണ്ടോ? ചാർജ് ആവൂലേ? ഈ മൈക്ക് ചാർജ് ആവുന്നുള്ളത് നിങ്ങളൊന്ന് പറയണോ കേട്ടോ, പരിചയമുള്ളവര്. പറയണ എന്തിനാണ്? മാഗ്നറ്റ് വെറുതെ ഞാൻ വെച്ച് മാഗ്നറ്റ് ഇട്ടീന്ന്. ഇല്ല ഇവിടെ ഇങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ തപ്പി വേണ്ടുമ്മോ? വേണ്ട എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. കിട്ടി എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. മൈക്കില്ല എന്റെ എന്തൊക്കെയായിരുന്നു? മൈക്ക് പോയാ കുടത്തിരുന്നപ്പോഴല്ലേ നമ്മുടെ കുനിഞ്ഞിരുന്നപ്പിയ നോക്കണം. നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞല്ലേ? ഷൂട്ട് ചെയ്ത് അടിപൊളിയായിരുന്നു. ഇന്നത്തെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അർത്ഥമില്ലാത്തൊരു വ്ളോഗായിരുന്നല്ലേ. പക്ഷെ വന്ന് ചെറിയൊരു വള്ളി പിടിച്ച് പക്ഷെ പോയി. എന്ത് വള്ളി? മൈക്കിന്റെ മാഗ്നറ്റ് പോയില്ലേ? അതൊരു വലിയൊരു വള്ളിയായാലും വള്ളിയിലൊക്കെ പറഞ്ഞ ഞാൻ കാണിച്ചാലോ. ഒരാൾ പോരട്ടെ. ആരെങ്കിലും പറ്റേ ചെകളക്കടി. അപ്പോ ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട് 4 ജിതേഷേട്ടൻ്റെ ഓർഡർ ചെയ്ത്. ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ പോയി കാണാം, അതിലെല്ലാം ഡീറ്റെയിൽസ്. എനിക്ക് ഒരു ഷവർമക്കാരൻ കോഴലപ്പം തന്നെ. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ തൽക്കാലം എന്ത് ചെയ്യാണ്? ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത സാധനം വേറെയും നടന്നത് വേറെയും. പക്ഷെ എടുത്തത് എനിക്ക് ഇഷ്ടമായി. എടുത്ത സാധനം സെറ്റാണ്. പ്ലാൻ ചെയ്ത സാധനത്തിന്റെ സ്പോട്ട് നൈസായിട്ട് മാറ്റാൻ നമുക്ക്. പ്ലാൻ ചെയ്ത സാധനത്തിന്റെ സ്പോട്ട് നമ്മ മാറ്റണം. നമ്മ ഉദ്ദേശിച്ച സ്പോട്ട് ഇവിടെ ആയിരുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഇതിന്റെ അകത്തൊക്കെ ഷൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നടന്നില്ല. അതെ, പാമ്പും ചേമ്പും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഷൂട്ടിന്റെ ലൊക്കേഷൻ മാറ്റി. അതേപോലെ തന്നെ ഒരു അത്യാവശ്യം ഒരു മോഡേൺ നല്ല ലുക്കിലുള്ള സാധനവും മാറ്റി, എല്ലാം മാറ്റി. വേറൊരു സാധനം ഷൂട്ട് ചെയ്ത് ഇന്നത്തെ വ്ളോഗ് കമന്റ് ചെയ്യാണ്. തൻസീത വരുന്നു. വേറെന്തെങ്കിലും പറയാനുണ്ടാവും?
പിന്നെ വേറൊന്നും ഇപ്പൊ എനിക്കൊരു കാര്യം പറയാണ്ട് തൻസിന്റെ വീട്ടിലൊക്കെ ഇറങ്ങണ സാധനം വേണം. വീട്ടിലൊക്കെ ഇറങ്ങണ സാധനം ഇതിന്റെ ആവശ്യമില്ലടാ. വേണം. അവിടെ മാത്രം കറങ്ങണ ശരിയാണോ? അതെ, അവിടെ മാത്രം കറങ്ങണ ശരിയല്ല. ഇപ്പുറത്ത് കറങ്ങിയില്ലെങ്കിൽ അത് അതൊരിതല്ലേ നാട്ടുകാർ പറയൂലേ. പോക്കറ്റ് റോഡ് ആയതുകൊണ്ടാണ് ആരും ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി ഓടിച്ചു പോകും. അതെ, പോക്കറ്റ് റോഡ് എന്ന് പറയാ പോക്കറ്റിന്റെ അടുത്തല്ലേ റോഡ്. ഇതൊന്നും ബ്ലോഗ് ഇടൂല, ഇതൊക്കെ കട്ട് ചെയ്യും. ഇല്ല, എല്ലാരും ഇടും. നമ്മുടെ വീഡിയോ ഒക്കെ റോ ആയിരിക്കും. അപ്പോ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വ്ളോഗില് കാണാം. കഴിഞ്ഞ പ്രാവശ്യം ബ്ലോഗ് എടുക്കാൻ തുടങ്ങി മറ്റേ സാധനം എടുക്കായിരുന്നു. അപ്പൊ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വ്ളോഗുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ അടിച്ചു പൊട്ടിക്കുക ബെല്ലൈക്കണൊക്കെ. അതെ, ഒരു പ്രാവശ്യം അടിച്ചാല് ഇങ്ങനെ അടിക്കും, 2 പ്രാവശ്യം അടിച്ചാൽ ഇത് ഇങ്ങനെ അടിക്കും, 2 അടി അടിക്കും, 2 അടി അടിക്കണം. എന്നാലേ വേറെന്തെങ്കിലും പറയാനുണ്ടോ? വേറെന്താ പറയാ, വേറൊന്നും വേറൊന്നും പറയാനില്ലല്ലോ. എനിക്കൊന്നുമില്ല. ഞാൻ വെച്ചാൽ കൈ എന്നാണ് എന്നെ നൈസായിട്ട് മറ്റേ ടീമിൽ കയറ്റാൻ നോക്കിയാണ്. ഓക്കെ, അപ്പൊ വേറൊന്നും പറയാനില്ല. പറയാണ്ട് തൻസി കറങ്ങണ സാധനം വീട്ടിൽ വെക്കണം എന്നാണ്. അപ്പൊ ഭാവിയിൽ നമുക്ക് ആ കറങ്ങണ സാധനം തൻസീന്റെ പെരപ്പുറത്ത് കാണാം. പ്രതീക്ഷയോട് എന്താണ്, എന്തിനാണ് യൂസ് ഒന്ന് പറഞ്ഞു തരാം. ഞങ്ങള് മാളിന്റെ മുകളിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നത് മാളാണോ എന്നൊരു സംശയം ഉണ്ട് ഞങ്ങക്ക്. പറയരുത്, കമന്റ് വരണ്ടേ ഇയാള്. അപ്പൊ ഇവന്മാര് ഇത് ചർച്ചയിലാണ്. അപ്പൊ നമുക്ക് ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല.